ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോയമ്പിലെ 36-ാം ഞായർ, സമയോ ഞായർ എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത്. ബർത്തിമായി എന്ന് അറിയപ്പെടുന്ന കുരുടനായ ഭിക്ഷക്കാരനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് വേദഭാഗം. 3 കാര്യങ്ങൾ ഈ പിറവിയിലെ കുരുടൻ ശരിക്കും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1. പ്രതിബന്ധങ്ങൾ തളർത്താത്ത മനുഷ്യനായിരുന്നു ബർത്തിമായി. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചു എന്നാണ് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവർക്കാണ് എക്കാലത്തും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ദൈവാനുഗ്രഹത്തിന് തടസ്സമായി, ദൈവശ്രദ്ധ കിട്ടുന്നതിന് തടസ്സമായി ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അത് ഒരുപക്ഷെ അധികാരികളാവാം, കൂട്ടുകാർ ആവാം, വീട്ടുകാർ ആവാം, രോഗങ്ങൾ ആവാം. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ നമ്മോട് പറയുന്നു, മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉണ്ട്. ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോകരുത്. ഭയപ്പെടാതെ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ദൈവത്തോട് പറഞ്ഞ് പരിഹാരം കണ്ടെത്തണം. 2. സുരക്ഷിതത്വം നൽകുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിക്കാൻ ധൈര്യം കാണിച്ചവനാണ് ബർത്തിമായി. അവൻ തന്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. കാഴ്ച കിട്ടിയാൽ എന്തെല്ലാമാണ് അവന് നഷ്ടപ്പെടാൻ പോകുന്നത്? ജീവിത മാർഗം നഷ്ടപ്പെടും, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും, ഉത്തരവാദിത്തങ്ങൾ അവൻ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അവൻ പുതപ്പ് ഉപേക്ഷിച്ചു. അവന് സുഖം നൽകിയിരുന്നതിനെ ഉപേക്ഷിച്ചു. വരുമാന മാർഗം ഉപേക്ഷിച്ചു.